തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത്. UDFന്റെ ഉറച്ച മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഇവിടെ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് പോകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് എത്തും. ഈ ഒരു ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് UDFന്റെ ഒരു ഉറച്ച മണ്ഡലം എന്ന് കരുതപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് NTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് MT രമേശിൻ്റെ പ്രചാരണ പ്രവർത്തന രംഗത്ത് അത്രത്തോളം ആവേശ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയും എപ്പോഴും അത്രത്തോളം ആൾക്കൂട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയും ഒരു മോദി ഗ്യാരണ്ടിക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യത തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം കോഴിക്കോടും സ്വാഭാവികമായും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും KP, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് കഴിഞ്ഞ 15 വർഷമായി നിരന്തരമായി കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലം തന്നെയാണ്. MK രാഘവൻ 2009 കണ്ണൂരിൽ നിന്ന് വന്ന് ഈ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് തുടർച്ചയായ 3 തവണയും MK രാഘവൻ തന്നെയാണ് മണ്ഡലത്തിൽ MP ആയിരുന്നത്. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് MK രാഘവനെ തന്നെയാണ്. ഈ ലീഗിന്റെ ഒരു ഉറച്ച വോട്ടുകൾ കൂടിയുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. പക്ഷേ വളരെ കൗതുകരമായ കാര്യം, കഴിഞ്ഞ 18 വർഷമായി കോൺഗ്രസിന്, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു MLA പോലും ഈ ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആകെ UDFന് ഇപ്പോഴും ഇവിടെയുള്ള ഒരു സീറ്റ് കൊടുവള്ളി സീറ്റാണ്. അത് ലീഗ് വിജയിച്ചിരിക്കുന്ന ഒരു സീറ്റ് തന്നെ. പക്ഷേ എന്തായാലും ഈ കോഴിക്കോട് മണ്ഡലത്തിൽ കോൺഗ്രസിന് എന്തായാലും ഉറച്ച വോട്ടുകളുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായി തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത്തവണ ഏത് വിധേനയും മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കളത്തിലിറക്കിയിരിക്കുന്നത്, LDF കളത്തിലിറക്കിയിരിക്കുന്നത് തൊഴിലാളി നേതാവും MP-യുമായിട്ടുള്ള രാജ്യസഭാ MP-യുമായിട്ടുള്ള ഇളമരം കരീമിനെ തന്നെയാണ്. ഈ തൊഴിലാളികൾക്കിടയിലുള്ള ശക്തമായിട്ടുള്ള ഒരു വേരോട്ടം തന്നെയാണ് ആ തലത്തിൽ ഇളമരം കരീമിനെ ഇറക്കിയതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ കൊണ്ടുവരുന്നത്, അതായത് CAA, വന്യജീവി പ്രശ്നം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇടത് വലത് മുന്നണികൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CAA വിഷയത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം വന്നിട്ടുള്ള ഒരു പ്രചാരണങ്ങളെല്ലാം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. ഈ NDA സ്ഥാനാർത്ഥിയായി കോഴിക്കോട് മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ്. ഈ MT രമേശ് കോഴിക്കോട് നാട്ടുകാരനാണ്. വർഷങ്ങളായി തന്നെ കോഴിക്കോട് പ്രവൃത്തി പരിചയവും ആളുകൾക്കിടയിലുള്ള വളരെയധികം ആഴത്തിലുള്ള സൗഹൃദങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഈ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് NDA കോഴിക്കോട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഈ റെയിൽവേ സ്റ്റേഷൻ വികസനം, അമൃത് പദ്ധതി, മെഡിക്കൽ കോളേജിലെ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് BJP ക്യാമ്പ്. ആ തലത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് MT രമേശിന്റെ വരവോടുകൂടി തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം വേദിയായിരിക്കുകയാണ്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് BJP. കഴിഞ്ഞ ദിവസം ഈ JP നദ്ദയുടെ റോഡ് ഷോ അടക്കം കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായിരുന്നു. മുമ്പ് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടക്കം വന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവ് മലബാർ മേഖലയിൽ അല്ലെങ്കിൽ കൂടി അതിന്റെ ഒരു അലയൊലികൾ തീർച്ചയായും ഈ മലബാറിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP ക്യാമ്പ്. KP.